കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 40 മുതൽ 50 സീറ്റുകളിൽ ഒതുങ്ങുമെന്ന് പറയുകയാണ് BJP അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ. ഇടതുമുന്നണിക്ക് വീണ്ടും അധികാരം ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല. കേരളത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന അവസാന തെരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണത്തെയെന്നും BJP സംസ്ഥാന പ്രസിഡന്റും നേമം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പ്രീ പോൾ ചാറ്റിൽ സംസാരിക്കുന്ന അവസരത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഇലക്ഷനാകും ഇത്. തെരഞ്ഞെടുപ്പിൽ BJP നയിക്കുന്ന NDA മുന്നണി ഒരു നിർണായക ശക്തിയായി ഉയർന്നു വരുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. 2026 ശേഷം സംസ്ഥാനത്ത് ത്രികോണ മത്സരം ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വശത്ത് NDA ആയിരിക്കും, എതിരായി നിൽക്കുന്നത് ഇന്ത്യ മുന്നണി ആയിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. മുസ്ലിം വോട്ടുകൾ ലഭിക്കുമെന്ന UDFന്റെ മോഹം ഇത്തവണ സംഭവിക്കില്ല. ഭരണവിരുദ്ധ വോട്ടുകൾ അവർക്ക് അനുകൂലമായി ലഭിക്കില്ല. CPM BJPയുടെ B ടീമാണെന്ന വാദം ശരാശരി മലയാളി വിശ്വസിക്കില്ല. കാരണം ഞങ്ങൾ തമ്മിൽ രാഷ്ട്രീയ അക്രമങ്ങളുടെ ചരിത്രം അത്രത്തോളമുണ്ട്. കോൺഗ്രസ് BJPയുടെ B ടീം ആകുക എന്നതും നടക്കാത്ത ഒരു കാര്യമാണ്. BJPയുടെ ഏറ്റവും വലിയ ലക്ഷ്യം കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നതാണ്. യഥാർത്ഥത്തിലുള്ള ഡീൽ CPMഉം കോൺഗ്രസും തമ്മിലാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കോൺഗ്രസ് ഏകീകരിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ടുകൾ മാത്രമായിരിക്കും. എല്ലാ മുസ്ലിങ്ങളും ഈ രണ്ട് ഗ്രൂപ്പുകളുമായും യോജിക്കുന്ന ആളുകളല്ല. എല്ലാ ക്രിസ്ത്യാനികളും കോൺഗ്രസിനെ വോട്ട് ചെയ്യുമെന്നും കരുതാനാവില്ല. NDAയുടെ സർവേ പ്രകാരം UDF 40 മുതൽ 50 വരെ സീറ്റുകളിൽ ഒതുങ്ങുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. ഉറച്ച സീറ്റുകളെന്ന് കരുതപ്പെടുന്ന നിരവധി മണ്ഡലങ്ങൾ LDFനും UDFനും ഇത്തവണ നഷ്ടപ്പെടും. കഴിഞ്ഞ നവംബറിൽ BJP നടത്തിയ സർവേ പ്രകാരം 68% മലയാളികളും UDFലും LDFലും അതൃപ്തരാണ്. ഏകദേശം 62% പേർ നരേന്ദ്രമോദിയെ മികച്ച രാഷ്ട്ര നേതാവായി കണക്കാക്കും. അടിച്ചമർത്തപ്പെട്ടവരുടെ പക്ഷത്ത് നിൽക്കുന്നു എന്നാണ് CPM അവകാശപ്പെടുന്നത്. എന്നാൽ ഇടതുപക്ഷത്തെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 3 MLAമാർ മുൻ MLAമാരൊക്കെ BJPയിൽ ചേർന്നു. നേമം MLA V ശിവൻകുട്ടി എന്നെ വ്യവസായി എന്ന് വിളിക്കും. അതിലെന്താണ് തെറ്റ്? പിണറായിയുടെ മകളും ഒരു സംരംഭകയല്ലേ എന്നുമൊക്കെ രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുന്നുണ്ട്. പിണറായി വിജയൻ മുതിർന്ന നേതാവാണ്, പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിൽ വലിയൊരു പരാജയമാണ്. കേരളത്തിന്റെ നഷ്ടപ്പെട്ട ഒരു ദശകത്തിന്റെ ശില്പി എന്നാകും അദ്ദേഹം ഭാവിയിൽ വിശേഷിപ്പിക്കപ്പെടുക. പിന്നെ VD സതീശനെ കുറിച്ച് എന്തു പറയാനാണ്? അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്, കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചത്. വളരെ കൃത്യമായ സത്യമായ ഒരു കാര്യം ഇതിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട്. അതായത് കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന്. കേരളത്തിലുള്ള CPM BJPക്ക് ഒരു ഭീഷണിയല്ല. എന്നാൽ ദേശീയ തലത്തിൽ രാഷ്ട്രീയ എതിരാളിയായ കോൺഗ്രസിനെ എവിടെ ആയാലും തോൽപ്പിക്കണം എന്നതാണ് BJPയുടെ നയം. കേരളത്തിൽ ഇത്തവണയും കോൺഗ്രസ് പരാജയപ്പെട്ടാൽ നേതാക്കളും അണികളും കൂട്ടത്തോടെ BJPയിലേക്ക് എത്തുമെന്നതും ഒരു വസ്തുതയാണ്. അധികാരമില്ലാത്ത ഫണ്ടില്ലാത്ത കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ ആത്മാർത്ഥത ഇല്ലാത്ത ഇപ്പോഴത്തെ പ്രവർത്തകർ ഇനിയും തയ്യാറാവില്ല. കോൺഗ്രസിനെ തകർത്ത് കേരളത്തിൽ പ്രധാന പ്രതിപക്ഷം എന്ന തലത്തിലേക്ക് എത്താനാണ് BJP ശ്രമിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്.